ഈശോയെ നന്ദി. ഇന്ന് നമ്മൾ തീർത്ഥാടന യാത്ര പോകുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിലെ വിശുദ്ധ എവുപ്രാസ്യോമയുടെ ഖബറിട ദേവാലയത്തിലേക്കാണ്. 1900 മെയ് 24 സ്ഥാപിതമായ ഈ മഠത്തിൻ്റെ ആശീർവാദ ദിവസത്തിലാണ് വിശുദ്ധ എവുപ്രാസ്യോമ നിത്യവ്രത വാഗ്ദാനം ചെയ്തത്. പിന്നീടുള്ള 48 വർഷത്തോളം വിശുദ്ധ എവുപ്രാസ്യോമ താമസിച്ചതും ഇവിടെ തന്നെയാണ്. വിശുദ്ധ എവുപ്രാസ്യോമയുടെ മരണദിനമായ ഓഗസ്റ്റ് 29 ഓർമ്മ തിരുനാളായി ആഘോഷിക്കുന്നത്. നാടെങ്ങും അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. 1877 ഒക്ടോബർ 17 തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കാട്ടൂർ ഗ്രാമത്തിൽ എലുവത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മൂത്ത മകളായി റോസ എന്ന എവുപ്രാസ്യ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും വളർന്നു വന്ന റോസ തൻ്റെ 9ാം വയസ്സിൽ തന്നെ സ്വയം ദൈവത്തിന് സമർപ്പിച്ച് കന്യാസ്ത്രീയാകുമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ തൻ്റെ മകളെ വിവാഹം ചെയ്ത് അയക്കണമെന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. രണ്ടാമത്തെ മകളായ കൊച്ചു ത്രേസ്യയെ കന്യാസ്ത്രീയാകാൻ അയക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ദൈവഹിതം മറ്റൊന്നായിരുന്നു. കൊച്ചു ത്രേസ്യ രോഗം ബാധിച്ച് പെട്ടെന്ന് മരിച്ചു. അവസാനം റോസയെ കന്യാസ്ത്രീയാകാൻ പിതാവ് അനുവാദം കൊടുക്കുകയും ചെയ്തു. വിശുദ്ധ എവുപ്രാസ്യോമ ജപമാല പിടിച്ച് ചൊല്ലിയിരുന്ന വലതു കൈയുടെ ചൂണ്ടാണി വിരലിൻ്റെ അസ്ഥിയാണ് തിരുശേഷിപ്പായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് വിശുദ്ധ എവുപ്രാസ്യോമ അറിയപ്പെട്ടിരുന്നത്. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുതെന്ന് എല്ലാവരോടും അമ്മ പറഞ്ഞിരുന്നു. നിത്യാരാധന ചാപ്പലുണ്ട്. ഇവിടെ ആരാധന നടക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയ രൂപവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ രൂപവും വിശുദ്ധ ചാവറ പിതാവിൻ്റെ രൂപവും തിരുശേഷിപ്പും നമുക്കിവിടെ കാണാം. വിശുദ്ധ എവുപ്രാസ്യോമയുടെ മ്യൂസിയവും ആർട്ട് ഗാലറിയും ഇവിടെയുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കുഞ്ഞു റോസ അമ്മയുടെ കൈയും പിടിച്ച് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായി പോകുന്നതും ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തുതി കൊടുക്കുന്നതും പരിശുദ്ധ മാതാവിനോടും നവവൃന്ദം മാലാഖമാരോടുമൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതും നമുക്കിവിടെ കാണാം. 1866 വിശുദ്ധ ചാവറയച്ചൻ കൂനമ്മാവിൽ കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സഭയായ CMC സന്യാസിനി സഭ സ്ഥാപിച്ചത്. 1888 റോസ തൻ്റെ 11ാം വയസ്സിൽ കർമ്മലിത്ത മഠം വക ബോർഡിങ്ങിലെത്തി പഠനം ആരംഭിച്ചു. എന്നാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ റോസയെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 2 പ്രാവശ്യം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. സുഖമായപ്പോൾ തിരിച്ചു വന്നു. 3ാം പ്രാവശ്യം മരണത്തോളം എത്തിയ റോസയെ തിരുകുടുംബം സന്ദർശിച്ച് രോഗസൗഖ്യം കൊടുക്കുകയും ചെയ്തു. 1897 മെയ് 10 റോസയ്ക്ക് ശിരോവസ്ത്രം ലഭിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ എവുപ്രാസ്യോമ താമസിച്ചിരുന്ന മുറിയാണ് നാം കാണുന്നത്. ഈശോ തൻ്റെ പ്രിയ മണവാട്ടിക്ക് മോതിരം ഇട്ടുകൊടുക്കുന്ന ഒരു സ്റ്റാച്യു ആണ് നമുക്ക് കാണാൻ സാധിക്കുക. എവുപ്രാസ്യോമ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് ഇവിടെ കാണുന്നത്. പിശാചുക്കൾ എവുപ്രാസ്യോമയുടെ മുറി ചൂടാക്കി കഠിനമായ ഉഷ്ണത്താൽ സുബോധം നഷ്ടപ്പെട്ട എവുപ്രാസ്യോമയെ പിശാചുക്കൾ കിണറ്റിൻകരയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ചവിട്ടുപടിയിൽ നിന്ന എവുപ്രാസ്യോമയെ ഉണ്ണീശോ എന്തേ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ച് കൈക്ക് പിടിച്ച് മുറിയിൽ കൊണ്ടു ചെന്നാക്കി. അധികാരികൾ വിളിക്കാതെ പുറത്ത് കടക്കരുത് എന്ന് ആജ്ഞാപിച്ചു. നിന്നെ ഞാൻ രക്ഷിച്ചു എന്നതിൻ്റെ അടയാളമായി കന്യാസ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പശുക്കുട്ടി നാളെ രാവിലെ നീ നിന്നിരുന്ന ഈ കിണറിൻ്റെ ചവിട്ടുപടിയിൽ ചത്തുകിടക്കുന്നത് കാണാമെന്ന് ഈശോ പറഞ്ഞു. വിശുദ്ധ എവുപ്രാസ്യോമ മരണമടഞ്ഞ മുറിയാണ് നാം കാണുന്നത്. ഈ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് അമ്മ തൻ്റെ നിത്യസമ്മാനത്തിനായി
ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. വിശുദ്ധ യൂപ്രാസ്യമ ഉപയോഗിച്ചിരുന്ന ജപമാലകൾ, ഭക്തവസ്തുക്കൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ എന്നിവ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിശുദ്ധയുടെ നാമകരണ ചടങ്ങിൻ്റെ ഘട്ടം ഘട്ടമായുള്ള ഡോക്യുമെൻറ്റ്സ്, രോഗസൗഖ്യ അനുഭവ സാക്ഷ്യങ്ങൾ എന്നിവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. 1877 ഒക്ടോബർ 17 തൃശ്ശൂരിലെ കാട്ടൂരിൽ ജനിച്ച യൂപ്രാസ്യ 1898 ജനുവരി 10 കർമ്മലസഭാ വസ്ത്രം സ്വീകരിച്ചു. സന്യാസത്തിലേക്ക് പ്രവേശിച്ചതു മുതൽ സഹനങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും പ്രലോഭനങ്ങളും അമ്മയെ ഏറെ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ സ്വർഗീയ ആനന്ദവും അമ്മ അനുഭവിച്ചിരുന്നു. 1952 ഓഗസ്റ്റ് 29 യൂപ്രാസ്യമ്മ മരണമടഞ്ഞത്. 2002 ജൂലൈ 5 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അമ്മയെ ധന്യയായും 2006 ജൂൺ 26 ബെനഡിക്ട് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായും പ്രഖ്യാപിച്ചു. 2014 ഏപ്രിൽ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ യൂപ്രാസ്യമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന അമ്മയുടെ സൂക്തം മരണശേഷവും വിശുദ്ധ യൂപ്രാസ്യമ്മ ദൈവത്തിൽ നിന്നും അനുഗ്രഹവർഷമായി നമ്മിലേക്ക് ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ യൂപ്രാസ്യമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.